ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ നടു റോഡിൽ യുവാവിനെ വെട്ടിക്കൊന്നു. പാൽക്കുളങ്ങര സ്വദേശി വൈശാഖിനെ കൊലപ്പെടുത്തിയത് വസ്തുതർക്കത്തിനിടെ. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രദീപിനായി തെരച്ചിൽ. പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. മലപ്പുറം കുറ്റിപ്പുറം വാഹനാപകടത്തിന് തടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ദേശീയപാതയിൽ അമിത വേഗത്തിൽ പാഞ്ഞ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾക്ക് ദാരുണാന്ത്യം. 4 പേരുടെ നില അതീവ ഗുരുതരം. ബസ് മറിഞ്ഞത് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷിക്കുന്നു. ഡൽഹിയിൽ കണ്ടത് തുടക്കം മാത്രമെന്ന് CJP സമരനായകൻ അഭിജിത് ദീപ് കെ. പിന്തുണച്ചവർക്ക് നന്ദി, ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ടെന്ന് പുതിയ വീഡിയോ. This is just a beginning. The Cockroach Janata Party has a long way to go, and for sure we will go a long way. This is just a beginning. സമരവിജയം ഏറെ ആശ്വാസം നൽകുന്നുവെന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കേരളത്തിലെ രക്തസാക്ഷി ഐജയുടെ അമ്മ. മാസപ്പടിയിൽ അന്വേഷണം പിണറായി വിജയനിലേക്കെന്ന സൂചനകൾ ശക്തം. ശശിധരൻ കർത്തായുടെ മൊഴിയിൽ പിടിച്ച ED. പണം നൽകിയത് പിണറായിയുമായുള്ള അടുപ്പം കാരണമെന്ന് കർത്താവ് പറഞ്ഞത് 2024-ൽ. വീണ വിജയൻ 45 ലക്ഷം പറ്റിയത് ഇൻവോയിസ് ഇടും മുൻപ്. ശശിധരൻ കർത്ത കള്ളപ്പണം വെളുപ്പിച്ച വഴികളും കണ്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. യുക്രൈൻ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. 2 ഇന്ത്യൻ പൗരന്മാരെ കാണാതായി. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യക്കാർ. തെരച്ചിലും രക്ഷാപ്രവർത്തനവും നടക്കുന്നുവെന്ന് ഇന്ത്യൻ എംബസി. കരുണാനിധിയുടെ കൊച്ചുമകൾ ബാങ്ക് മാനേജരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. MK അഴഗിരിയുടെ മകൾ കയൽവിഴി മുഖത്തടിച്ചത് അടയാർ മേഖലയിലെ SBI മാനേജരെ. കയൽവിഴിക്കെതിരെ പോലീസ് FIR. ബാങ്ക് മാനേജരെ മർദ്ദിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും കേസ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സിദ്ധരാമയ്യ. രാഷ്ട്രീയം അഴിമതി നിറഞ്ഞതാണെന്ന് പ്രഖ്യാപനം. 2028-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും എന്നാൽ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും കർണാടക മുൻ മുഖ്യമന്ത്രി. സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനുള്ള KSRTC നീക്കം വിവാദത്തിലേക്ക്. ജീവനക്കാരുടെ എണ്ണം കുറയുമെന്ന ആശങ്ക. സ്വകാര്യവൽക്കരണ നീക്കമെന്ന് ആരോപിച്ച് ഒരു വിഭാഗം. വിവാദമുണ്ടായാൽ ഉണ്ടാകട്ടെ എന്ന് ഗതാഗത മന്ത്രി. താരസംഘടനയിൽ ശ്വേതാ മേനോനെതിരെ വൻ പടയൊരുക്കം. പുതിയ വോയിസ് നോട്ട് പുറത്ത്. കുറ്റാരോപിതർ മാറി നിൽക്കരുത്. തീരുമാനം പറഞ്ഞാൽ നയിക്കാൻ വലിയ സംഘം വരുമെന്ന് ശബ്ദസന്ദേശത്തിൽ മാല പാർവതി. ഭരണസമിതിക്കെതിരെ പിന്തുണ തേടിയും അമ്മ പെൺമക്കൾ ഗ്രൂപ്പിൽ ചർച്ച. യൂറോപ്പിനെ ഞെട്ടിച്ച് പിടിതരാതെ കാട്ടുതീ. ഫ്രാൻസിലും സ്പെയിനിലും 5 ലക്ഷത്തിലധികം പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇറ്റലിയിലേക്കും സ്കോട്ട്ലൻഡിലേക്കും തീ പടർന്നു. അപൂർവ സാഹചര്യത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉഷ്ണതരംഗം. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക ശമനം. പുതിയ യുദ്ധമുഖമായി ചെങ്കടൽ. യമൻ തുറമുഖം ആക്രമിച്ചതിന് മറുപടിയായി സൗദി എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർത്ത് ഹൂതികൾ. ഇറാൻ കപ്പൽ തകർത്ത് യുക്രൈനും. റഷ്യ ആയുധം നൽകി ഇറാനെ സഹായിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ്. US ഇറാൻ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായപ്പോൾ ചെങ്കടലിൽ പുതിയ യുദ്ധമുഖം തുറക്കുന്നു. ഇന്നലെ യമൻ തുറമുഖത്തേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി സൗദിയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഹൂതികൾ ലക്ഷ്യം വെച്ചു. ഇതിനിടെ കാസ്പിയൻ കടലിൽ യുക്രൈൻ ഒരു ഇറാൻ കപ്പലിനെ തകർത്തു. സംഭവത്തിൽ കീവ് പ്രതിനിധിയെ ഇറാൻ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾക്ക് ഇറാന് ആയുധം നൽകി സഹായിക്കുന്നത് റഷ്യയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു.
13 ദിവസം തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ 2 ദിവസം അമേരിക്ക ഇറാന് നേരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്കും ഇറാനും ആക്രമണങ്ങളിൽ നിന്ന് മുക്തമായപ്പോൾ ചെങ്കടലിൽ മറ്റൊരു യുദ്ധഭൂമി കൂടി തുറന്നിരിക്കുകയാണ്. ഇതിൽ ഹൂതി വിമതരും അതുപോലെ സൗദി അറേബ്യയുമാണ് പങ്കാളികളായിട്ടുള്ളത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഹൂതികളും അതുപോലെ സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാറിൽ ഉൾപ്പെടെ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഹൂതി വിമതരെ കൂടി നിലവിലുള്ള സംഘർഷങ്ങളിൽ ഭാഗമാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ട് ഹൂതി സൗദി അറേബ്യയെ ആക്രമിക്കുകയായിരുന്നു. സൗദി അറേബ്യ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ചെങ്കടലിലൂടെയായിരുന്നു വ്യാപാരം പ്രധാനമായിട്ടും നടത്തിയിരുന്നത്. അപ്പോഴാണ് ഹൂതി വിമതരുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് തിരിച്ചടിയായിട്ട് യമനിലേക്ക് സൗദി അറേബ്യയും ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ യമനിലുള്ള ഒരു തുറമുഖ നഗരം ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ ഹൂതി വിമതർ അതിന് തിരിച്ചടി നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സൗദി അറേബ്യയുടെ ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണം നടന്നത്. ഇതിൽ സൗദി അറേബ്യയിലുള്ള ജിസാൻ അതുപോലെ യോണ്ടു എന്നിവിടങ്ങളിലുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൽ സൗദി തിരിച്ചടിക്കുമോ എന്നുള്ള ആശങ്കയടക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ കാസ്പിയൻ കടലിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് യുക്രൈൻ്റെ ഭാഗത്ത് നിന്നാണ്. യുക്രൈൻ ഒരു ഇറാനിയൻ കപ്പൽ ആക്രമിച്ച് തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഒരു ഇറാനിയൻ പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഇറാൻ യുക്രൈൻ പ്രതിനിധിയെ നേരിട്ട് വിളിച്ചു വരുത്തി പ്രതിഷേധം ഉൾപ്പെടെ അറിയിച്ചു. എന്നാൽ ഇതിന് യുക്രൈൻ നൽകുന്ന ഒരു വിശദീകരണം അത് മേഖലയിലൂടെ കടന്നുപോയ റഷ്യൻ കപ്പലിനെ ലക്ഷ്യമിട്ടായിരുന്നു കാസ്പിയൻ കടലിൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ റഷ്യൻ കപ്പൽ ഇറാനിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യ ഇതുപോലെ നിരന്തരം ഇറാനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കാറുണ്ടെന്നാണ് യുക്രൈൻ്റെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്തരമൊരു കപ്പലിന് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് അവർ പുതുതായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശദീകരണം. എന്തായാലും സംഭവത്തിൽ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കയുടെ സൈനിക ഉപരോധം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ഉപരോധം കൂടുതൽ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അറബിക്കടലിൽ പുതിയൊരു ടാങ്കർ കൂടി US വിന്യസിച്ചിട്ടുണ്ട്. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ പൗരന്മാരെ കാണാതായി. കഴിഞ്ഞ രാത്രിയാണ് സംഭവം നടന്നതെന്ന് കീവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. MGN റാഗ്നർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിലാകെ 4 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇതിൽ 2 പേർ സുരക്ഷിതരാണ്. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, തുടർച്ചയായ ആക്രമണങ്ങളാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷത്തിനിടെ ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ 3ാമത്തെ കപ്പൽ അത് ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ പോർട്ട് ഓഫ് ഒഡേഷയിൽ നേരത്തെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ പോർട്ടിന് നേരെ ആക്രമണം പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഒരു പ്രത്യേക നിർദ്ദേശം നേരത്തെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പുതിയൊരു നിർദ്ദേശം ഈ നാവികർക്കായി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എംബസികളുമായി കോൺടാക്ട് ചെയ്യണം, അതുപോലെ നിരന്തരം വീട്ടിലേക്ക് ബന്ധപ്പെടണം. അത്തരത്തിലുള്ള ചില പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ആ പ്രദേശത്തെ റൂട്ട് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. കപ്പൽ ഉടമകളിൽ നിന്ന് കോമ്പൻസേഷനെ സംബന്ധിച്ചും അതുപോലെ തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ചും ഈ ഗതാഗത പാതയെ സംബന്ധിച്ചുമൊക്കെയുള്ള അറിവ് നേരത്തെ വാങ്ങാനും ശേഖരിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തണം എന്ന് ഇതുപോലുള്ള നാവികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പോർട്ട് ഓഫ് ഒഡേസ പലപ്പോഴും ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് ഇരയായ ഒരു പ്രദേശമാണ്. അത് യുക്രൈനിലെ ഏറ്റവും വലിയ ഒരു കമേർഷ്യൽ പോർട്ട് എന്ന നിലയിൽ ശ്രദ്ധേയമാണ്. അവിടുന്ന് മറ്റ് ചെറു പോർട്ടുകളിലേക്ക് ചില ലിങ്കുകൾ നടത്തിയാണ് പലപ്പോഴും ഈ ചരക്ക് ഗതാഗതം നടത്തുന്നത്. അപ്പോൾ ഈ കാർഗോ ഷിപ്പിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൽ 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണ് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതിനുവേണ്ട ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ത്യൻ എംബസിയും ഇത് വളരെ വളരെ അടുത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ എന്ന വിവരങ്ങളാണ് നൽകുന്നത്. മനു ഭരത് വിവരങ്ങൾ പങ്കുവച്ചു.
ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ച സമരത്തിന് പിന്തുണ നൽകിയവർക്ക് നന്ദി പറഞ്ഞ് CJP സ്ഥാപക നേതാവ് അഭിജിത് ദീപ്കെ. ഇന്ന് രാവിലെ പുറത്തുവിട്ട വീഡിയോയിലാണ് തനിക്ക് 101 ഡിഗ്രി പനിയും ടൈഫോയിഡും ഉള്ളതിനാണ് സമരവിജയ സന്തോഷത്തിനിടയിലും ജന്തർ മന്തർ വിടേണ്ടി വന്നതെന്ന് ദീപ്കെ പറഞ്ഞു. എല്ലാവരെയും കണ്ട് സന്തോഷം പങ്കിടാതിരുന്നതിൽ സങ്കടമുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്നും അഭിജിത് ദീപ്കെ വീഡിയോയിൽ പറഞ്ഞു. It feels really good. आज फाइनली कहा जाकर आराम से सो पाया हूँ और बेडरूम में उठ पाया हूँ विदाउट थिंकिंग कि आगे क्या करना है या आज शाम तक क्या होगा क्या नहीं होगा. कोई पैनिक नहीं है. और जो पिछले 37 डेज में झेला, इट वॉज रियली डिफिकल्ट. इट वॉज नॉट ईजी, not just for me but for all of our team, and most of all I would like to thank each and every supporter of the Cockroach Janata Party spread across India. जिन जिन लोगों ने हमें सपोर्ट किया, हम पर भरोसा दिखाया, who loved us when everybody was doubting us. I really want to thank you all from bottom of my heart. आप लोगों के सपोर्ट के बिना ये नहीं हो पाता. I really want to apologize. मैं कल जितने भी लोग रुके हुए थे जंतर मंतर पर, उनसे मिल नहीं पाया, उनको थैंक यू नहीं कह पाया. बिकॉज यू नो मुझे टाइफाइड हो रखा है एंड बुखार काफ़ी ज़्यादा आ गया था. लाइक टेम्परेचर मुझे 101 टेम्परेचर आ गया था, इसलिए टू कम होम. सो वही है. आई जस्ट वॉन्ट टू थैंक यू ऑल. और जितने भी लोग जंतर मंतर पर बने रहे फॉर 37 days, I want to thank each and every one of you, and I want to tell you that അഭിജിത് ദീപ്കെയാണ് വീഡിയോയിലൂടെ ഇക്കാര്യം പറഞ്ഞത്. സമരവിജയം ഏറെ ആശ്വാസം നൽകുന്നുവെന്ന് നീറ്റ് ക്രമക്കേടിനെ തുടർന്ന് ജീവനൊടുക്കിയ ഐജ ആർ മഹേഷിന്റെ അമ്മ രാധിക ന്യൂസ് 8 പ്രതികരിക്കായിരുന്നു അവർ. ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. ആദ്യ പരീക്ഷ എഴുതിയപ്പോൾ മകൾ വലിയ സന്തോഷത്തിലായിരുന്നു. പരീക്ഷ റദ്ദാക്കിയെന്ന് കേട്ടപ്പോൾ ആകെ തകർന്നുപോയി. മകൾക്കും ജീവിതം നഷ്ടമായ എല്ലാവർക്കും നീതി കിട്ടണമെന്നാണ് ആഗ്രഹമെന്നും ഐജയുടെ അമ്മ രാധിക പറഞ്ഞു. ആദ്യം പരിശീലിച്ചപ്പോ എങ്ങനെയായിരുന്നു? നല്ല ഹാപ്പിയില്ല വന്നത്. ഹോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല ചിരിച്ചു വന്നതാ. എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു, മാക്സിമം ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു എന്നോട്. ഇനി എഴുതുന്ന കുട്ടികൾക്കെങ്കിലും ആ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ അത്രേ പറയാൻ പറ്റൂ. കഴിഞ്ഞ വർഷം ആയിരുന്നു ഇവർ ക്വാറന്റൈനിൽ അധ്യാപകരെ വെച്ച് ചെയ്യേണ്ടിയിരുന്നത്. അത് അവർ ചെയ്തില്ല. സിസ്റ്റത്തിന് പറ്റിയ മിസ്റ്റേക്കാണത്. പറ്റുമെങ്കിൽ സർക്കാർ തന്നെ നേരിട്ട് എക്സാം നടത്തുന്ന മാതിരി സ്വകാര്യതകൾ കൊടുക്കാതെ അങ്ങനെ ചെയ്യണമെന്നാണ് അഭിപ്രായമുള്ളത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വസ്തുതർക്കത്തിനിടെ വെട്ടേറ്റ യുവാവ് മരിച്ചു. വഞ്ചിയൂർ പാൽക്കുളങ്ങര സ്വദേശി വൈശാഖാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് നടു റോഡിൽ വൈശാഖിന് വെട്ടേറ്റത്. അയൽവാസിയായ പ്രദീപാണ് വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട പ്രകോപനത്തെ തുടർന്ന് വൈശാഖിനെ വെട്ടിക്കൊന്നത്. പ്രദീപ് റൌഡി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രദീപിനായി തെരച്ചിൽ ഊർജിതമാക്കി. അതേസമയം ഈ പ്രതികൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന വാഹനം തിരുവനന്തപുരത്ത് മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. വഞ്ചൂർ പാൽക്കുളങ്ങരയ്ക്ക് സമീപം ചമ്പക്കടയിലാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ നാടിനെ നടുക്കിയൊരു കൊലപാതകം ഉണ്ടായത്. വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് പാൽക്കുളങ്ങര സ്വദേശിയായ വൈശാഖാണ് ക്രൂരമായി വെട്ടേറ്റ് നടു റോഡിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ ഹെൽമറ്റ് വീണ് കിടക്കുന്ന ഭാഗത്ത് വെച്ച് വൈശാഖിനെ വെട്ടിയ അയൽവാസിയായ പ്രദീപും തമ്മിൽ തർക്കമുണ്ടാകുമായിരുന്നു. ആ തർക്കത്തിനിടയിലാണ് മറ്റ് പ്രകോപനമൊന്നുമില്ലാതെ വൈശാഖിന് നേരെ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് പ്രദീപ് ആക്രമിക്കുകയും വെട്ടി വീഴ്ത്തുകയും ചെയ്തത്. കൈയുടെ ഒരു ഭാഗം അസ്ഥിയും മാംസവും പുറത്തു വന്ന നിലയിലാണ് നടക്കുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെയും ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായി വൈശാഖ് പ്രദീപിനെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്. അങ്ങനെ ആക്രമിച്ചതിന് പകരം വീട്ടാനായി ഇന്ന് ഉച്ചയോടെ ഇവിടേക്ക് എത്തുകയായിരുന്നു പ്രദീപ് ഈ തൊട്ട് അയൽവാസിയാണ്. നേരത്തെ റൌഡി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് പ്രദീപ്. അത്തരം വിവരങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. പോലീസിന്റെ സർവൈലൻസ് ഏറ്റവുമുള്ള വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഭാഗങ്ങളിലൊന്നാണ് ഈ പാൽക്കുളങ്ങര ചമ്പക്കട എന്ന സ്ഥലമൊക്കെ. ഈ മുടുക്കിനിടയിലാണ്
വൈശാഖ് താമസിച്ചിരുന്നത്. വൈശാഖിന്റെ വീട് അവിടെയാണ്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ചില തർക്കങ്ങൾ നേരത്തെ തന്നെ പ്രദീപുമായി നിലനിന്നിരുന്നത്. ഏറെ നാളായി ഈ തർക്കം ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. അതിനിടയിൽ പ്രദീപിനെ നേരത്തെ വൈശാഖ് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് പകരം വീട്ടാനാണ് പ്രദീപ് ഇന്ന് ഉച്ചയോടെ ഇവിടേക്ക് എത്തുകയും വൈശാഖുമായി വാക്കുതർക്കമുണ്ടാകുകയും ആ തർക്കത്തിനൊടുവിൽ രൂക്ഷമായി വെട്ടുകയും ചെയ്തത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം, ഈ വസ്തുതർക്കത്തിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതിലടക്കം വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അല്പസമയം മുമ്പാണ് ഈ പ്രതികൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന കാർ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടെത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിൽ നിന്ന് മദ്യക്കുപ്പികളും പുലിയനാർകോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വാഹനം കണ്ടെത്തിയത്. വാഹനത്തിനുള്ളിൽ നിന്ന് 3 ആയുധങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ കൂടിയുണ്ട്. അപ്പം മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. മുഖ്യപ്രതി പ്രദീപിനൊപ്പം വാഹനത്തിൽ മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നഗരത്തെ ഞെട്ടിച്ച ഈ കൊലപാതകം, അതിനുശേഷം പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. പ്രദീപ് എന്ന ആളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ റൗഡി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഏതായാലും നമുക്ക് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസ് എന്ന് വേണം ഇപ്പോൾ തൽക്കാലം കരുതാൻ. വളരെ വേഗം തന്നെ പ്രതികളിലേക്ക് എത്തും എന്നും ഒന്നിലധികം പ്രതികളുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡാൻ കുര്യനുണ്ട്. ഡാന്, ഈ പ്രതികൾ നേരത്തെ പ്രദീപ് എന്ന ആളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇപ്പോൾ കൂടുതൽ പേർ ഉണ്ടെന്നുള്ള നിഗമനത്തിലാണോ പോലീസ്? നിലവിൽ ഈ പ്രദീപ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഒപ്പം 3 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഉള്ളൂർ പുലിയനാർകോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇവരുടെ ഈ ഓൾട്ടോ കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിനുള്ളിൽ 3 വടിവാളുകളും മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. ആ മദ്യക്കുപ്പികളും വടിവാളുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാഹനത്തിനുള്ളിൽ നിന്ന് ഫോറൻസിക് സംഘം അല്പസമയത്തിനകം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തും. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാഹനം ഇവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പ്രദീപും ഒപ്പമുണ്ടായിരുന്നവരും എവിടേക്ക് രക്ഷപ്പെട്ടു എന്നതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ, പ്രദീപിന്റെ മൊബൈൽ ഫോൺ മണിക്കൂറുകളായി സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടന്നത് എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രദീപിനെ മാസങ്ങൾക്ക് മുമ്പ് കൈപ്പത്തിയിൽ ആക്രമിക്കുകയും ആ ആക്രമണത്തെ തുടർന്ന് ഏറെ നാളായി പ്രദീപ് ചികിത്സയിൽ തുടരുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ക്രിമിനൽ പശ്ചാത്തലം കൂടിയുള്ള വൈശാഖ് നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ പുറത്തിറങ്ങി ഈ വഞ്ചൂരിൽ പാൽക്കുളങ്ങരയ്ക്കടുത്തുള്ള സ്വന്തം വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എത്തിയതിനിടയിലാണ് കാത്തുനിന്ന സംഘം പ്രദീപിന്റെ നേതൃത്വത്തിലുള്ളവർ ഇയാളെ തടഞ്ഞു വെച്ച് ആക്രമിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ശരി. അതാണ് ഏറ്റവും പുതിയ വിവരം. കൊച്ചി തൃക്കാക്കരയിൽ നടു റോഡിൽ ഏറ്റുമുട്ടി യുവാക്കൾ. 3 പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരും കാറിലെത്തിയ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. കാറിലെത്തിയ സംഘം കടന്നുകളഞ്ഞു. വാഴക്കാല സ്വദേശികളായ ഷാഫി, നിസാം, അച്ചു എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃക്കാക്കരയിൽ രാത്രി 2 മണിക്ക് നടു റോഡിൽ യുവാക്കൾ ഏറ്റുമുട്ടി. കാറിലെത്തിയ സംഘവും നാട്ടുകാരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപമുള്ള റോഡിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി അതുവഴി നാട്ടുകാർ നടന്നു പോവുകയും അവരുമായി കാറിലെത്തിയ സംഘം വാക്കുതർക്കമാവുകയും ചെയ്തു. അതേ തുടർന്നാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. അതേസമയം മർദ്ദനമേറ്റത് ഷാഫി, നിസാം, അച്ചു എന്നീ നാട്ടുകാർക്കാണ്. തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കാറിലെത്തിയ സംഘം ഇവരെ
മർദ്ദിച്ച ശേഷം കടന്നു കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാലെത്തിയ സംഘത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പോലീസ്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. മാത്രമല്ല കാറ് കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായം ഉൾപ്പെടെ പോലീസ് തേടിയിട്ടുണ്ട്. എന്തായാലും യുവാക്കൾക്ക് 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. നാട്ടുകാരുമായി ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് കാറിലെത്തിയ സംഘം യുവാക്കളെ മർദ്ദിച്ച ശേഷം കടന്നു കളഞ്ഞത്. മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ ഒരാൾക്ക് ദാരുണാന്ത്യം. 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. കാറിന് മുകളിലേക്കാണ് ബസ് തലകീഴായി മറിഞ്ഞത്. ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബസ് അതിൻ്റെ നടുഭാഗത്ത് നിന്ന് 2ആയി പിളർന്നു മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അപകടത്തിൽ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇത്. വലിയ അപകടമാണ് സംഭവിച്ചത്. കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതിരുന്നത് സത്യത്തിലൊരു ഭാഗ്യമാണ്. ബസ്സിലൊരു പക്ഷേ യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കേണ്ട പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. 1 മരണം സംഭവിച്ചു. 4 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കുറ്റിപ്പുറം ബസ് അപകടത്തിൽ പരിക്കേറ്റയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചു. മഴയുണ്ടായിരുന്നു, കുറച്ച് സ്പീഡും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്താ പറയുക, പിന്നെ അങ്ങോട്ട് ഒരു ഡിവൈഡറിന് തട്ടിയിട്ട് അങ്ങോട്ട് ചെരിഞ്ഞ് മറിയുക ചെയ്തത്. ഫ്രണ്ടിലായിരുന്നു. മറിഞ്ഞ് അങ്ങോട്ട് ഞാൻ 3-ാമത്തെ ഞാൻ ചെങ്കോട്ടിയിൽ. ഓവർ സ്പീഡ് എന്ന് പറയാൻ കൂടുതലായിട്ടില്ല, പക്ഷെ ആ സമയത്ത് പിടുത്തം വിട്ടിട്ട് എന്താണോ സ്പീഡ്. കുറ്റിപ്പുറം ബസ് അപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ബസ് അമിത വേഗതയിലായിരുന്നോ എന്നാണ് പരിശോധിക്കുക. റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടോ എന്നും പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ബസ് വളരെ വല്ലാത്തൊരു രീതിയിൽ അത് 2 കഷ്ണമായി അതിൻ്റെ ബോഡിയും ഷാസിയും തമ്മിലുള്ള ബന്ധം വിട്ടു. ഇപ്പോൾ 3 പേർ ആശുപത്രിയിലുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി ഇപ്പോൾ നടത്താൻ പോവുകയാണ്. അത് 5 ദിവസത്തിനകത്ത് ആ എൻക്വയറിയുടെ റിപ്പോർട്ട് വരും. പോസ്റ്റ് ക്രാഷ് എൻക്വയറി നടത്തിക്കൊണ്ട് അതിൻ്റെ മിതവേഗം ഉണ്ടായിരുന്നോ അതോ റോഡിൻ്റെ പ്രോബ്ലമായിരുന്നോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. ജിഷാദ് വാളാഞ്ചേരി വിവരങ്ങൾ പങ്കുവെക്കും. ജിഷാദ്, 2 സാധ്യതകളാണ്. ഒന്ന് അമിത വേഗത, മറ്റൊന്ന് റോഡിൻ്റെ അശാസ്ത്രീയത. റോഡൊക്കെ തെന്നിക്കിടക്കുന്നതാണ് നമുക്ക് ഏതാണ്ട് കാഴ്ചയിൽ കാണാം. എന്താണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത്. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം വെച്ചായിരുന്നു ഈ അപകടം. കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസിന്റെ പിൻഭാഗം പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത്. ഈ ബസ്സിൽ 38 പേരുണ്ടായിരുന്നെന്നാണ് നമുക്ക് ഇപ്പോൾ കണക്ക് പ്രകാരം പുറത്തു വരുന്നത്. ഇതിൽ 16 പുരുഷന്മാരും 22 സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. അപകടത്തിൽ അതായത് ഇറക്കത്തിൽ അമിത വേഗതയിൽ വന്ന ബസ് ഡിവൈഡറിലിടിച്ച് തല കീഴായി മറിയുകയായിരുന്നു. സംഭവ സമയത്ത് മഴ പെയ്തും അപകടത്തിന്റെ അതായത് വ്യാപ്തി കൂട്ടി. എന്തായാലും 38 പേരാണ് ഈ അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ 5 പേരെ, അതായത് 4ൽ കൂടുതൽ 5 പേരെ അതീവ ഗുരുതരമായി പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 5ഓളം ഹോസ്പിറ്റലുകളാണ് ഈ അതായത് 38 പേരും നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 2-3 ആളുകൾ മാത്രമാണ് ഡിസ്ചാർജ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിഗതിയാണുള്ളത്. ഇറക്കത്തിൽ അമിത വേഗതയിൽ വന്ന വാഹനം തല കീഴായി മറിയുകയായിരുന്നു. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയുടെ കൊച്ചുമകളും മുൻ കേന്ദ്രമന്ത്രി MK അഴഗിരിയുടെ മകളുമായ കയൽവിഴി ബാങ്ക് മാനേജരെ മർദ്ദിച്ചതായി പരാതി. ചെന്നൈ അടയാർ മേഖലയിലെ SBI NRI ബ്രാഞ്ചിലെ മാനേജറുടെ മുഖത്ത് കയൽവിഴി അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജൂലൈ 20-നായിരുന്നു സംഭവം. ബാങ്കിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്.
ഓഫീസിനുള്ളിൽ വെച്ച് കയൽവിഴി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെ പരിഹസിക്കുകയും പെട്ടെന്ന് മുഖത്തടിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തർക്കത്തിനിടെ കയൽവിഴിയുടെ കയ്യിൽ പിടിച്ച് അവരെ ശാന്തനാക്കാൻ മറ്റൊരാൾ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിൽ കാണാം. കെട്ടിടത്തിലെ ലിഫ്റ്റിൻ്റെ പ്രവർത്തന തകരാറുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. SBI ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന കെട്ടിടം കയൽവിഴിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തിൽ SBI ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കയൽവിഴിക്കെതിരെ പോലീസ് FIR ഇട്ടു. ബാങ്ക് മാനേജരെ മർദ്ദിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ച് അസറുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള AIMIM പാർട്ടി വളരെ വൈകുന്നതിന് മുൻപ് ചർച്ചകൾ നടത്താൻ സമയമായെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒവൈസി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് സഖ്യമുണ്ടാക്കാനുള്ള ചർച്ചകൾക്കായി ക്ഷണിച്ചത്. മൊറാദാബാദിൽ നടന്ന ഒരു ചടങ്ങിലാണ് അഖിലേഷ് യാദവിനുള്ള സന്ദേശമടങ്ങിയ പ്രസ്താവന നടത്തിയത്. ഉത്തർപ്രദേശിൽ BJP വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ മജ്ലിസ് ആഗ്രഹിക്കുന്നില്ല, കൈകോർക്കാൻ തയ്യാറാണ്, ഒരു സഖ്യം രൂപീകരിക്കാൻ തയ്യാറാണ്, സംസാരിക്കാനുള്ള സമയമാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നീട് കരയരുത് എന്നാണ് ഒവൈസിയുടെ നിർദ്ദേശം. സമാജ്വാദി പാർട്ടിയുമായി തുല്യനിധിയിൽ അധിഷ്ഠിതമായ ഒരു പങ്കാളിത്തമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഒവൈസി തൻ്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2 തവണ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ നേതൃത്വത്തിലുള്ള BJPയുടെ മുന്നേറ്റത്തെ വെല്ലുവിളിക്കാൻ കരുത്തുള്ള ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. പരസ്പരം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടിലാണ് ഒവൈസി ഉള്ളത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ ഇന്നത്തെ രാഷ്ട്രീയം അഴിവ് നിറഞ്ഞാണ്, സത്യസന്ധമായ രാഷ്ട്രീയത്തിന് നിലനിൽപ്പില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചുവെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കുന്നു എന്ന കാര്യം സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. മാണ്ഡ്യ ജില്ലയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത്. 2028 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല, എന്നാൽ രാഷ്ട്രീയത്തിൽ തുടരും. ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവരുടെ ശബ്ദമായി കൂടെ ഉണ്ടാകും. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുണ മണ്ഡലത്തിലെ ജനങ്ങൾ നിർബന്ധിക്കുന്നുണ്ട്, എന്നാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു എന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താനുള്ള KSRTC തീരുമാനം വിവാദത്തിലേക്ക്. കോർപ്പറേഷനിൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറയുമെന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത്. പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായ പ്രൈവറ്റ് ബസ് ഉടമകളുടെ ആവശ്യമായിരുന്നു തങ്ങളുടെ വാഹനങ്ങൾ KSRTC ഏറ്റെടുക്കണമെന്നത്. വിവാദമുണ്ടാകുന്നുവെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. 3 കോടി നൽകിയാൽ മന്ത്രി പദവി വാഗ്ദാനം ചെയ്ത് വിദ്യാ ബാലകൃഷ്ണൻ MLA വിളിപ്പിച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ കോഴിക്കോട് എത്തിച്ചു. ഡൽഹിക്കാരായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെയാണ് സൈബർ സ്റ്റേഷനിൽ പുലർച്ചെ എത്തിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ആണെന്ന വ്യാജേന വിളിച്ചാണ് പണം തട്ടാൻ ശ്രമിച്ചത്. MPമാരായ ഡീൻ കുര്യാക്കോസിനും ഷാഫി പറമ്പിലിനും കോൾ വന്നിരുന്നു. താരസംഘടനയായ അമ്മയിലെ ചേരിതിരിവിൽ പുതിയ നീക്കവുമായി മാല പാർവതി. കുറ്റാരോപിതർ മാറി നിൽക്കരുതെന്നാണ് സന്ദേശം. അമ്മ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം അയച്ചത്. തീരുമാനം പറഞ്ഞാൽ നയിക്കാൻ ഒരു വലിയ സംഘം വരുമെന്നും മുന്നറിയിപ്പുണ്ട്. ശ്വേതയ്ക്കെതിരായ നീക്കത്തിലാണ് അമ്മയുടെ പുതിയ പടയൊരുക്കം. ഭരണസമിതിക്കെതിരായ നീക്കത്തിൽ പിന്തുണയും മാല പാർവതി ആവശ്യപ്പെട്ടു. 1-2 സീനിയർ അംഗങ്ങൾ, അമ്മയിലെ പുരുഷന്മാരായിട്ടുള്ള സീനിയർ അംഗങ്ങളുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ശ്വേത ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു ആ ചർച്ച. അപ്പോൾ ഞാനൊരു മറുപടി ഇട്ടു, ഉഷ ഇട്ടു മറുപടി, ഞാനും ഇട്ടു മറുപടി. അപ്പോൾ അതിനെ സംബന്ധിച്ച് 1-2 പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറ്റാരോപിതര അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്, നിങ്ങളെല്ലാവരും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് പാർവതി, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. ആരാണോ ജയിക്കുന്നത് അവരോടൊപ്പം നിൽക്കാനിരിക്കുന്നവരല്ലേ ഭൂരിപക്ഷം? അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ സംസാരിക്കില്ലേ? എന്തുകൊണ്ടാണ് ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്? വല്ലാതെ ഹേർട്ട് ചെയ്ത ഒരു സംസാരമാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഇനി അത് ആവരുത്. എല്ലാവരുടെയും തീരുമാനം അറിഞ്ഞാൽ നമ്മളെ ലീഡ് ചെയ്യാനും നമ്മളോടൊപ്പം നിൽക്കാനും ഒരു വലിയ സംഘം വരും. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ 120 പേരുണ്ട്, ചെറിയ കാര്യമല്ല. അതിൽ 85 പേരുടെ തീരുമാനം നമുക്കറിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും. കുറച്ചും കൂടെ
എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ EDയുടെ കൂടുതൽ തെളിവുകൾ. ഇൻവോയിസ് നൽകുന്നതിന് മുൻപേ വീണയ്ക്ക് പണം കിട്ടി. 45 ലക്ഷം രൂപ വീണയ്ക്ക് കിട്ടിയത് മുൻകൂറായാണ്. കള്ളപ്പണം വെളുപ്പിക്കലിൽ കർത്തായിക്കെതിരെ EDയുടെ കൂടുതൽ കണ്ടെത്തലുകളുമുണ്ട്. 15 വർഷത്തിനിടെ 182 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാർഗിൽ വിജയദിനത്തിൽ ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും ത്യാഗത്തെയും സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് കലണ്ടറിലേക്ക് നോക്കാതെ തന്നെ ഓരോ ഭാരതീയന്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന തീയതിയാണ് ജൂലൈ 26 എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ INS മഹേന്ദ്രഗിരി യുദ്ധക്കപ്പൽ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന ശേഷിയുടെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 75% സ്വദേശി സാമഗ്രികൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ കപ്പൽ സ്വയം പര്യാപ്തതയുടെ തെളിവാണ്. എറണാകുളം സൗത്ത് ചിറ്റൂരിലെ ഒരു സ്കൂളിൽ സംസ്കൃത ഭാഷ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സംസ്കൃത ക്ലബിനെയും അത് നേതൃത്വം നൽകുന്ന അധ്യാപകൻ അഭിലാഷിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. നൂതന പദ്ധതിയിലൂടെ സംസ്കൃത ഭാഷയെ വിദ്യാർത്ഥികൾക്കിടയിൽ ജനകീയമാക്കുന്ന രീതിയാണ് പ്രധാനമന്ത്രി അഭിനന്ദിച്ചത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,285, പവന് 1,06,780. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,915, പവന് 87,320. വെള്ളി ഗ്രാമിന് 240, കിലോയ്ക്ക് 2,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.